ഇന്ന് വൈകിട്ട് ഞങ്ങൾ പതിവില്ലാണ്ടൊന്ന് ടെറസിൻ്റെ മുകളിലേക്ക് വന്നു. കാണുന്നത് പോലെ തന്നെ കുറച്ച് സംഭവങ്ങൾ കത്തിച്ച് കളയാനുണ്ടായിരുന്നു. പഞ്ചായത്തിൽ നിന്ന് എടുക്കാത്ത ഐറ്റംസ് ആണ്. സാനിറ്ററി നാപ്കിനും കോട്ടൺ ബഡ്സും അങ്ങനെ കുറച്ച് കാര്യങ്ങൾ കത്തിച്ച് കളയാനുണ്ടായിരുന്നു. നാപ്കിനൊന്നും അധികം ദിവസം എന്നല്ല, നാപ്കിൻ വന്ന് അന്ന് തന്നെ കത്തിച്ച് കളയും ഞാൻ. അത് വെച്ചാൽ ശരിയാവത്തില്ല. അപ്പം അതുകൊണ്ട് നാപ്കിൻ ഉണ്ടായിരുന്നത് കൊണ്ട് മാത്രം ഞാൻ കുറച്ച് ഡീസൽ ഒഴിച്ചു. ഇല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ ജസ്റ്റ് ഒന്ന് അത് ഫ്ലെയിം കൊടുത്താൽ മതി, സംഭവം കത്തിക്കോളും. വേറെ ഒന്നും അറിയേണ്ട കാര്യം. ഇല്ലെങ്കിൽ നമ്മൾ പഞ്ചായത്തുകാരുടെ ചില കാര്യങ്ങൾ പഞ്ചായത്തിൽ അവർ നോക്കി നിൽക്കണം. അവരാണെന്നുണ്ടെങ്കിൽ കരയ്ക്കും വഞ്ചിക്കും അടുക്കൂല. പിന്നെ സാനിറ്ററി നാപ്കിൻ എങ്ങും എടുക്കത്തില്ല. എന്നാലും ഇവിടെ എല്ലാവരും പറഞ്ഞ് കുറച്ച് അത്യാവശ്യം സംഭവങ്ങൾ ഇപ്പോൾ അഡീഷണൽ എടുക്കുന്നുണ്ട്. എന്ത് പറയാനാണ്, നമ്മുടെ നാടിൻ്റെ ഒരു കിടപ്പ്. അതാണെങ്കിൽ ഹരിതകർമ്മസേന വരുന്നതാണെന്നുണ്ടെങ്കിലോ അവർക്ക് അതിലും വലിയ ജാട, ഒരു രക്ഷയില്ല. അന്നേരം ഇപ്പം ഞങ്ങൾ അധികം കുറേ കൂട്ടി വെക്കാറില്ല. അത്യാവശ്യം വരുന്നതും കത്തിച്ചു കളയാറുണ്ട്. ഓക്കെ, പിന്നെ വന്നിട്ട് നമ്മളുടെ റോസ്മേരി ഓയിലാണ്. എല്ലാവർക്കും അറിയാൻ പറ്റുമല്ലോ. ഇത് ഞാൻ നിവയുടെ തലയിൽ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടോ. ഇത് ഫസ്റ്റ് ടൈം അല്ല, ഞാൻ അവളുടെ തലയിലിടയ്ക്ക് ഇങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുക്കാറുണ്ട് സ്കാൽപ്പിലൊക്കെ. അവൾ പറയുമായിരുന്നു നല്ല മാറ്റമുണ്ട്, പെയിൻ ശല്യം ഇല്ല. ഒരു ഡാൻഡ്രഫ് പിന്നെ ഇവൾക്കില്ല. അല്ലാണ്ട് പെയിനും പിന്നെ അതുപോലെ തന്നെ ഈരും കാര്യങ്ങളൊക്കെ ആണല്ലോ. പക്ഷെ പെയിൻ ഇവളുടെ അധികം അങ്ങോട്ട് കാര്യമായിട്ടില്ല. അവൾ ഉണ്ടായിരുന്നതെല്ലാം മെഷീൻ യൂസ് ചെയ്ത് കാര്യങ്ങൾ കളയാറുണ്ട്. എന്നാലും സ്കൂളിൽ പോയി തുടങ്ങുമ്പോൾ ചെറുതായിട്ട് വരുമല്ലോ. അവൾ പറയുവാണ് ആ ഒരു ഇച്ചിങ് ഫീലിംഗ് പോലും ഇല്ല. തലയിൽ ഡ്രൈ സ്കാൽപ്പ് ഉണ്ട് ഇവയ്ക്ക് ചെറുതായിട്ട്, എൻ്റെ പോലെ എനിക്കും ഡ്രൈ സ്കാൽപ്പ് ഉണ്ട്. എൻ്റെയും ആ ഇഷ്യൂ മാറി ശരിക്കും. ഡാൻഡ്രഫും പോയി എൻ്റെ. അത് ഡാൻഡ്രഫ് ഞാൻ അത് പോയിന്ന് മനസ്സിലാക്കിയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാനൊരു ഇന്നിപ്പോൾ തല കുളിച്ചിട്ട് ഒരു 3 ദിവസം കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ 2 ദിവസം കഴിഞ്ഞ് തല കുളിക്കുകയാണെങ്കിൽ പിന്നെ അതുപോലെ തന്നെ മറ്റേ ഫ്ലേക്സും അല്ലെങ്കിൽ തന്നെ ഡാൻഡ്രഫും കാര്യങ്ങളൊക്കെ എൻ്റെ തലയിൽ കാണും. പക്ഷേ ഇപ്പം ഒരു 3 ദിവസം കഴിഞ്ഞ് തല കുളിച്ചാലും ഇത് യൂസ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം കേട്ടോ എനിക്ക് വളരെ എഫക്റ്റീവായിട്ട് തോന്നി. പൊതുവേ ഞാനിങ്ങനെ പ്രൊഡക്റ്റൊക്കെ എനിക്ക് യൂസ് ചെയ്യാൻ പേടിയാണ്, എന്തായിരിക്കും എന്ന് പറയാൻ പറ്റില്ലല്ലോ. പക്ഷേ ഇത് ഓർഗാനിക് മന്ത്രയുടെ സംഭവമാണ്. വേറെ ഒത്തിരി മാർക്കറ്റിൽ കിട്ടും. ഞാനിപ്പോൾ ഫസ്റ്റ് ടൈം ഓൺലൈനിൽ നിന്ന് വാങ്ങിച്ചു യൂസ് ചെയ്തു. ഇത് അത്രേ ഉള്ളൂ. ഞാൻ ഷോപ്പിലൊക്കെ പോകുമ്പോൾ വേറെയാണ് വാങ്ങുന്നത്. എന്നാലും ഞാൻ നോക്കിയേ വാങ്ങത്തുള്ളൂ. കാരണം നമ്മളുടെ മുടിയുടെ കാര്യമാണല്ലോ, അല്ലെങ്കിൽ തന്നെ മുടി കുറവാണ് തലയിൽ. അപ്പോൾ പിന്നെ മോൾക്കും യൂസ് ചെയ്യുന്നതാണല്ലോ. അപ്പം കുട്ടികൾ സ്കൂളിലൊക്കെ പോകുന്ന കുട്ടികളുണ്ടെങ്കിൽ തലയിൽ പേൻ്റെ ശല്യം ഉണ്ടെങ്കിൽ ഇത് യൂസ് ചെയ്ത് നോക്കിക്കോ. 1-2 പ്രാവശ്യം യൂസ് ചെയ്ത് കഴിയുമ്പോൾ തന്നെ നല്ല കുറവുണ്ടാവും കേട്ടോ. പിന്നെ നമ്മളുടെ തലയിൽ എല്ലാവരും യൂസ് ചെയ്യുന്ന അതിന് വേണ്ടിയൊക്കെ തന്നെയായിരിക്കും. അത് അറിയാൻ പറ്റുമല്ലോ. ഡാൻഡ്രഫും പിന്നെ ഡാൻഡ്രഫ് ഫ്ലേക്സും പിന്നെ ഡ്രൈ സ്കാൽപ്പൊക്കെ ഉണ്ടെങ്കിൽ നല്ല റിലീഫ് ഉണ്ടാവും. പിന്നെ ഇപ്പം ഈ കാണുന്ന വീഡിയോ എന്ന് പറഞ്ഞാൽ രാവിലെ എടുത്ത വീഡിയോ ആണ് കേട്ടോ. ഇന്ന് ഇവ ഉണ്ടായിരുന്നില്ല. സെറേനായിട്ട് ഞാൻ സ്കൂളിൽ പോയപ്പം വീഡിയോൻ്റെ ലെങ്ത് ഇത്തിരി കുറഞ്ഞു പോയി. വേറെ ഒന്നല്ല, ഞങ്ങളൊരു കുഞ്ഞ് നല്ല ഗ്രീൻ കളറുള്ള പുഴുവിനെ തന്നെ കണ്ടു ആ ലീഫിൽ. ചെറിയ വീഡിയോ ആയിപ്പോയി, സോറി കേട്ടോ. പിന്നെ ഞങ്ങൾ മുകളിൽ നിന്നൊക്കെ വന്നു. സെറയുടെ സ്റ്റഡി ടൈമാണ് കേട്ടോ ഇത്. സെറയ്ക്കാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം കാര്യമായിട്ടൊന്നും കൊടുത്തു തുടങ്ങിയിട്ടില്ല. എന്നാലും ഞാൻ ദിവസം ഒരു അരമണിക്കൂർ കൂടുതൽ ഇരിക്കാറില്ല കേട്ടോ. പുള്ളിക്കാരത്തി അരമണിക്കൂർ ഇരുന്നിങ്ങനെ കുറച്ചിങ്ങനെ പഠിക്കാനുള്ളതൊക്കെ നോക്കും. പിന്നെ LKG വെച്ചിട്ട് റീഡിങ് ഭയങ്കര പ്രശ്നമായിരുന്നു. UKG വെച്ചിട്ട് ഇപ്പോൾ കുഴപ്പമില്ല. ഇതതിന് ശേഷം ഇന്നത്തെ സാമ്പാർ വേണം എന്നാണ് 2 പേരുടെ ആഗ്രഹം. പക്ഷേ വെജിറ്റബിൾസ് വളരെ കുറവ്. ആൾക്കൂടി ഉള്ളത് ക്യാരറ്റും പിന്നെ ഞാൻ തക്കാളി ഉണ്ടായിരുന്നു 2-3 എണ്ണം, അതിലൊരെണ്ണം എടുത്തുള്ളൂ. പിന്നെ സവാള എടുത്തു. പുളിവെള്ളം, ഇവിടുത്തെ പുളിവെള്ളത്തിനൊരു സവിശേഷതയുണ്ട്. ഇവിടുത്തെ പുളിവെള്ളത്തിൻ്റെ കൂടെ ഞാൻ ഇത്തിരി ശർക്കരപ്പാനിയും കൂടി ചേർക്കും. ഇവിടുത്തെ പിള്ളേർക്ക് എരിവ് പേടിയായതുകൊണ്ട് അതും കൂടി ആഡ് ചെയ്യും. അപ്പോൾ അത്രയൊക്കെയുള്ള ഇന്നത്തെ വിശേഷം കേട്ടോ. അപ്പം ബൈ.